അമേരിക്കയുമായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ തങ്ങളുടെ പ്രസിഡന്റിന്റെ ഭരണ കാലാവധിയെക്കുറിച്ച് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ക്യൂബൻ സർക്കാർ വ്യക്തമാക്കി. ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് കാനലിന്റെ സ്ഥാനത്തെ ചൊല്ലി അമേരിക്ക ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തള്ളിക്കൊണ്ടാണ് ക്യൂബയുടെ പ്രസ്താവന. ഇത് ക്യൂബയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഇതിൽ വിദേശ രാജ്യങ്ങൾക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും ക്യൂബൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടം ക്യൂബയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുന്നത്. ഉപരോധങ്ങൾ ക്യൂബൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്തു ഒരു കരാറിനില്ലെന്നാണ് ക്യൂബയുടെ നിലപാട്. പ്രസിഡന്റിന്റെ കാലാവധിയോ ഭരണഘടനയോ ചർച്ചാ വിഷയമല്ലെന്ന് ക്യൂബൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തങ്ങളുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് ചർച്ചകളെ തടസ്സപ്പെടുത്തുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. കരീബിയൻ മേഖലയിലെ സമാധാനം നിലനിർത്താൻ അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറാണെങ്കിലും രാഷ്ട്രീയമായ കീഴടങ്ങലിന് ക്യൂബ തയ്യാറല്ലെന്നാണ് ഇതിലൂടെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കടുത്ത നിബന്ധനകൾ തുടരുകയാണെങ്കിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുത അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്വന്തം അയൽപ്പക്കത്ത് മറ്റൊരു നയതന്ത്ര പ്രതിസന്ധി കൂടി ഒഴിവാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള 2 മേഖലകളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഈ ആക്രമണം 3 ആഴ്ച പിന്നിടുന്ന യുദ്ധത്തിലെ നിർണായകമായ ഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. തെക്കൻ ഇസ്രായേലിലെ ദിമോണ, അരാത്ത് എന്നീ നഗരങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. ഇസ്രായേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. ഇറാന്റെ മിസൈലുകളെ തടയാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ലെന്ന് ഇസ്രായേൽ സൈന്യം സമ്മതിച്ചു. ലക്ഷ്യസ്ഥാനങ്ങളിൽ മിസൈലുകൾ നേരിട്ട് പതിച്ചു. പരിക്കേറ്റ 10ഓളം പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. പലരുടെയും നില ഗുരുതരമെന്നാണ് വിവരം. 2 സ്റ്റേജ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ പ്രയോഗിച്ചതെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ജനറൽ ഇയാൽ സാമീർ പറഞ്ഞു. ഇറാന്റെ മിസൈൽ ശേഷി അത്യാധുനികമാണെന്ന് ഈ ആക്രമണത്തിലൂടെ വ്യക്തമായി. വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാകുമെന്നും യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് വെല്ലുവിളി. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയതായും വൈറ്റ് ഹൌസിലെ ഉന്നതരെ ഉദ്ധരിച്ച വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. തനിക്ക് സമാധാനം വേണമെന്ന് ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിലേക്ക് നീങ്ങുകയാണ്. US-UK സംയുക്ത താവളത്തിനു നേരെ ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ വിക്ഷേപിച്ച 2 മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. ഒന്ന് പാതി വഴിയിൽ തകർന്നു വീണു. രണ്ടാമത്തേതിനെ അമേരിക്കൻ യുദ്ധക്കപ്പലിൽ നിന്നുള്ള ഇന്റർസെപ്റ്റർ പ്രതിരോധിച്ചെങ്കിലും അത് തകർക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇറാന്റെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 4000 കിലോമീറ്റർ അകലെയാണ് ഡീഗോ ഗാർഷ്യ. ഇത്രയും ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ ഇറാന് ശേഷിയുണ്ടെന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് യൂറോപ്പിലെ സൈനിക താവളങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചേക്കാമെന്ന ഭീതി ഉയർത്തുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ശ്രീലങ്കയ്ക്ക് തെക്ക് വെച്ച് ഇറാന്റെ യുദ്ധക്കപ്പലായ IRS ദേനയെ അമേരിക്കൻ അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് തകർത്തിരുന്നു. ഇന്ത്യ ആതിഥേയം വഹിച്ച മിലാൻ 2026 നാവിക അഭ്യാസത്തിൽ പങ്കുചേർന്ന് മടങ്ങുകയായിരുന്നു ഈ കപ്പൽ. ആക്രമണത്തിൽ 85 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതാക്കുകയെന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പെന്റഗൺ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.